സഹനങ്ങളെ ഒഴിവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണ്ട. അതങ്ങനൊരു സംഭവമില്ല. രാത്രിയും പകലും മാറി മാറി വരുന്നത് പോലെ സുഖവും ദുഃഖവും പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഏത് നിമിഷവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കണ്ണുനീരില്ലാത്തൊരു ജീവിതം ഈ ഭൂമിയിലില്ല. പക്ഷേ നമ്മൾ ആരും അധൈര്യമായി പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏത് രോഗത്തെയും, ഏത് പ്രതിസന്ധിയെയും, ഏത് സഹനത്തെയും അതിജീവിച്ച വിശുദ്ധ യേശുപിതാവ് നമ്മളോട് പറയും, ഈ സഹനത്തെ അതിജീവിച്ചപ്പോൾ, ഈ വേദനയിലൂടെ കടന്നുപോയപ്പോൾ, മനസ്സിൽ മുറിവേറ്റപ്പോൾ, തകർന്നു പോകുന്നത് പോലെ തോന്നിയപ്പോൾ അതൊന്നും എന്നെ വേദനിപ്പിച്ചില്ല, എനിക്ക് വേദനയായിട്ട് തോന്നിയില്ല. കാരണം എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന, എന്നെ പ്രവർത്തിക്കുക. അനസ്തീഷ്യ എന്ന മെഡിസിൻ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പോലെ കുദാശകളിലൂടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എരുതിയായാകട്ടെ, തിളച്ച എണ്ണയാകട്ടെ, ഏത് കൂരമ്പകളാകട്ടെ, ഏത് പീഡനമാകട്ടെ എന്നെ തകർക്കില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ, ലോകത്തിന്റെ മുൻപിൽ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് കടന്നു വരുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്